ചൈനയ്ക്കെതിരെ കനത്ത താരിഫ് ചുമത്തി ട്രംപ് 50 മുതൽ 104% വരെയാണ് താരിഫ് ചുമത്തിയിരിക്കുന്നത്. ചൈനയിൽ വിൽപ്പന നടത്തുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 34% നികുതി ചൈന ഏർപ്പെടുത്തിയിരുന്നു. അധിക താരിഫ് പിൻവലിക്കാൻ ചൈന തയ്യാറാകാത്തതിനെ തുടർന്നാണ് താരിഫ് ചുമത്തിയത്. പുതുക്കിയ താരിഫ് ഇന്ന് മുതൽ നിലവിൽ വരും. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുന്നു. ഐസൻ, രണ്ടും കൽപ്പിച്ചാണോ ട്രംപ്? എന്നതിന് ഏറ്റവും പുതിയ ഉദാഹരണമായി തന്നെയാണ് ഇക്കഴിഞ്ഞ രാത്രി ഉണ്ടായ അല്ലെങ്കിൽ ഈ അടുത്ത മണിക്കൂറുകളിലുണ്ടായ ഈ സംഭവത്തെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ 34% റെസിപ്രോക്കൽ, അതായത് പകരം നികുതി ഏർപ്പെടുത്തുന്ന ഒരു നീക്കം ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ നീക്കത്തെ അതിരൂക്ഷമായാണ് ട്രംപ് ഇന്നലെ തന്നെ വിമർശിക്കുകയും നടപടികൾ സ്വീകരിക്കുകയും എല്ലാം ചെയ്തത്. തുടർന്നാണ് വലിയ തോതിൽ നികുതി ചുമത്തുമെന്ന കൃത്യമായ നിലപാട് അറിയിക്കുകയും ചെയ്തത്. 50% നികുതി ചുമത്തുമെന്ന മുന്നറിയിപ്പാണ് ഇന്നലെ നൽകിയത്. എങ്കിൽ കൂടി ഈ 9 തീയതിക്ക് മുൻപ് 24 മണിക്കൂറിനുള്ളിൽ ചൈനയിൽ വിൽപ്പന നടത്തുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ 34% അധിക താരിഫ് പിൻവലിച്ചില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന കൃത്യമായ നിലപാടാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. അത്തരത്തിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായ നിലപാടിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു നീക്കമല്ല ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ ശക്തമായ ഒരു ഇത് നടപടിയല്ല, മറുപടിയാണ്. തീർച്ചയായും നടപടിയല്ല, മറുപടി തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ 34% ചൈന ചുമത്തിയ അതായത് ചൈനയിൽ വിൽപ്പന നടത്തുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ 34% നികുതി പിൻവലിച്ചില്ലെങ്കിൽ കടുത്ത നടപടി എന്ന മുന്നറിയിപ്പായിരുന്നു ഇന്നലെ നൽകിയത്. 50% എന്നായിരുന്നു ഇന്നലെ നമ്മൾ കിട്ടിയ സൂചനയെങ്കിൽ ഇന്നിപ്പോൾ 50 മുതൽ 104% വരെ വൻതോതിലുള്ള നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നത്, ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ വൻതോതിൽ വിപണി കീഴടക്കിയ ഉൽപ്പന്നങ്ങൾ, ഒന്നാം നിരയിലേക്ക് നിൽക്കുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് 100%-ലേറെ 104%-ഓളം ഈ നികുതി അധിക താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ആ ഉൽപ്പന്നങ്ങളുടെ അടുത്ത കൺസൈൻമെന്റ് ഇരട്ടി വിലയ്ക്ക് ആയിരിക്കും ചൈനയിൽ വിൽക്കേണ്ടി വരിക. ഇന്ന് ലഭ്യമാകുന്നതിന്റെ ഇരട്ടി ഡോളറിന് വിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ചൈനയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വൻതോതിലൊരു ആഘാതം ചൈനയ്ക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. ട്രംപിന്റെ തീരുമാനത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന നിലപാടുകളാണ് നേരത്തെ പുറത്തു വരികയും ചെയ്തിരുന്നത്. ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നീക്കം ഒരു തരത്തിലും ചൈനയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ആ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ഉള്ള സമയം നൽകിയതൊന്നും ചൈന അംഗീകരിക്കുകയും ചെയ്തില്ല എന്ന് മാത്രമല്ല, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ പരാതി നൽകുന്നത് ഉൾപ്പെടെ, അല്ലെങ്കിൽ ഈ റെസിപ്രോക്കൽ താരിഫ് ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുകയായിരുന്നു ചൈന. സ്വാഭാവികമായും ചൈനയ്ക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഇന്നലെ അറിയിക്കുകയും 104% നികുതി 9 തീയതി മുതൽ നടപ്പിൽ വരികയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറെ ഗൗരവമുള്ള വിഷയം. ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതവും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ വലിയ തോതിലുള്ള ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യവും ഒരുക്കുകയാണ് ഈ നടപടികളിലൂടെ ട്രംപ് ചെയ്യുന്നത് എന്ന ഒരു സാമ്പത്തിക വശം കൂടി ഈ നീക്കത്തിന് പിന്നിലുണ്ട്. ശരി, ചൈനയ്ക്കെതിരെ കനത്ത താരിഫ് ചുമത്തുകയാണ് ട്രംപ്, 50 മുതൽ 104% വരെ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതൊരു നടപടിയായി കാണണ്ട, അതിനപ്പുറം ചൈനയുടെ തന്നെ നടപടിക്കുള്ള മറുപടിയാണ് ഈ ട്രംപ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ഐസൻ ജോസ്.